Welcome to our accountancy class. In the previous class, we learned about preparation of ledger account. അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു ലെഡ്ജർ അക്കൗണ്ടുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ജേണൽ എൻട്രി എഴുതിയതിന് ശേഷം ലെഡ്ജർ അക്കൗണ്ടുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് ഒരു വ്യക്തിയുടെ, ഒരു പേഴ്സന്റെ അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ജേണൽ എൻട്രി എഴുതാതെ എങ്ങനെയാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാവുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നമ്മൾ ജേണൽ എൻട്രി എഴുതിയതിനു ശേഷം അതെന്താണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തതാണ് പഠിച്ചത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം ആൻസർ മനസ്സിലാക്കിയതിന് ശേഷം അത് നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കും. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തതിന് ശേഷം ആൻസർ വർക്കൗട്ട് ചെയ്യാം. റൈറ്റ് ഡൗൺ ദ അക്കൗണ്ട് ഓഫ് മിസ്റ്റർ കുമാർ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസ് ഇറ്റ് ഓൺ 31st January 2005. ദെൻ താഴെ എഴുതുക 2005 January 1st sold goods to Kumar, invoice at rupees 1800. Then next 5th തീയതി remitted on account by him rupees 750. next 7th തീയതി purchased goods from Kumar valued at rupees 600. next 10th തീയതി cash received from him rupees 200. next 12th തീയതി sale of goods to Kumar rupees 300. again 12th തീയതി he returned goods 300. next 14th തീയതി we provided him cash rupees 250. next 18th തീയതി he repaid the amount borrowed rupees 250. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ January 1st തീയതി സോൾഡ് ഗുഡ്സ് ടു കുമാർ, ഇൻവോയ്സ് അറ്റ് rupees 1100. കുമാറിന് 1800 രൂപയ്ക്ക് ഗുഡ്സ് വിറ്റു. എന്താ ജേണൽ എൻട്രി വരിക? നമുക്ക് ജേണൽ എൻട്രി എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല, അത്രയേ ഉള്ളൂ. ജേണൽ എൻട്രി എന്ത് വരും? കുമാർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അല്ലേ, കുമാർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ദെൻ സെക്കൻഡ് വൺ റെമിറ്റഡ് ഓൺ അക്കൗണ്ട് ബൈ ഹിം. 5th തീയതി കുമാറിൻ്റെ കയ്യിൽ നിന്നും ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ എന്ത് ജേണൽ എൻട്രി വരും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കുമാർ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് 7th തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കുമാർ, കുമാറിൻ്റെ കയ്യിൽ നിന്നും ഗുഡ്സ് വാങ്ങിച്ചു. എന്താ ജേണൽ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. ദെൻ 10th തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഹിം, കുമാറിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടി. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. അഗെയിൻ 12th തീയതി സെയിൽ ഓഫ് ഗുഡ്സ് ടു കുമാർ, കുമാറിന് ഗുഡ്സ് വിറ്റു. ജേണൽ എൻട്രി എന്താ വരിക? കുമാർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ദെൻ അഗെയിൻ 12th തീയതി ഹി റിട്ടേൺഡ് ഗുഡ്സ്, അയാൾ ഗുഡ്സ് റിട്ടേൺ നൽകി. ഇതെന്ത് റിട്ടേണാ? സെയിൽസ് റിട്ടേൺ അല്ലേ. വിറ്റ ഗുഡ്സ് തിരികെ വരുന്നത് സെയിൽസ് റിട്ടേൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. ജേണൽ എൻട്രി എന്താ വരിക? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. 14th തീയതി വി പ്രൊവൈഡഡ് ഹിം ക്യാഷ്, കുമാറിന് ക്യാഷ് കൊടുത്തു. ജേണൽ എൻട്രി എന്താ വരിക? കുമാർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് 18th തീയതി ഹി റീപെയ്ഡ് ദ എമൗണ്ട് ബോറോഡ്, അയാൾ കടം വാങ്ങിയ ക്യാഷ് തിരികെ നൽകി. ജേണൽ എൻട്രി എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. ഇത്രയാണ് ഈ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രികൾ. നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത്രയാണ് ജേണൽ എൻട്രികൾ. ഇനി ലെഡ്ജർ അക്കൗണ്ട് മാത്രമേ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ലെഡ്ജർ അക്കൗണ്ട് എഴുതുന്ന സമയത്ത് ലെഡ്ജർ അക്കൗണ്ട് മാത്രം വരച്ചാൽ മതി. വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്തറിയണം? ഈ ജേണൽ എൻട്രികൾ കാണാതെ അറിയണം. അതായത് ഓരോ ട്രാൻസാക്ഷൻ വായിക്കുമ്പോഴും അതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ
ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ജേണൽ എൻട്രിയിൽ ഡെബിറ്റിലാണെങ്കിൽ അത് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി എഴുതുക? ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക്. ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ എങ്ങോട്ടേക്ക് മാറ്റി എഴുതുക? ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുക. ഇങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ ലെഡ്ജർ അക്കൗണ്ടാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്, ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ കുമാർ എന്ന് പറഞ്ഞ ആളുടെ ലെഡ്ജർ അക്കൗണ്ടാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബാക്കി വരുന്ന സെയിൽസ് അക്കൗണ്ടോ ക്യാഷ് അക്കൗണ്ടോ പർച്ചേസ് അക്കൗണ്ടോ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കുമാറിൻ്റെ ലെഡ്ജർ അക്കൗണ്ടാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം നിങ്ങൾ വരച്ചാൽ മതി. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിന് 4 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യനിൽ കുമാറിൻ്റെ അക്കൗണ്ടാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം കുമാറിൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുള്ളത് 2005 ജനുവരി 1 സോൾഡ് ഗുഡ്സ് ടു കുമാർ. കുമാറിന് ഗുഡ്സ് വിറ്റു. നമ്മൾ ജേണൽ എൻട്രി പറഞ്ഞു കുമാർ അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ജേണൽ എൻട്രിയിൽ സെയിൽസ് ക്രെഡിറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുള്ള സെയിൽസിനെ എവിടെ കാണിക്കുക? ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. സെയിൽസ് എമൗണ്ട് എത്രയാണ്? 1800. ജനുവരി 1 സെയിൽസ് 1800. ഇനി അടുത്തത് ക്രെഡിറ്റ് ഓൺ അക്കൗണ്ട് ബൈ ഹി. 5 കുമാറിന്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടി. ക്രെഡിറ്റ് ഓൺ അക്കൗണ്ട് ബൈ ഹി എന്ന് പറഞ്ഞാൽ കുമാർ ബിസിനസ്സിലേക്ക് ക്യാഷ് തന്നു. എന്താണ് ജേണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. ഇവിടെ ക്യാഷിന് ഡെബിറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഡെബിറ്റിലെ ക്യാഷിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി? ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി. ക്യാഷ് അക്കൗണ്ട് കുമാറിന്റെ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് കാണിച്ചു, ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് കാണിച്ചു. എമൗണ്ട് 750. നെക്സ്റ്റ് 7 എന്താ പറയുന്നത്? പർച്ചേസ് ഗുഡ്സ് ഫ്രം കുമാർ. കുമാറിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു. കുമാറിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ എന്താ ചെയ്യാൻ വരിക? പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. പർച്ചേസ് ഡെബിറ്റിലാണ്. ഡെബിറ്റിലെ പർച്ചേസിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി എഴുതും? ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതും. പർച്ചേസസ് എമൗണ്ട് 600. നെക്സ്റ്റ് 10 ക്യാഷ് റിസീവ്ഡ് ഫ്രം ഹിം. അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. ക്യാഷ് എന്നുള്ളത് ഡെബിറ്റിലാണ്. ഡെബിറ്റിലെ ക്യാഷിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി എഴുതി? ക്രെഡിറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതി. എമൗണ്ട് 200. നെക്സ്റ്റ് 12 സെയിൽ ഓഫ് ഗുഡ്സ് ടു കുമാർ. കുമാറിന് ഗുഡ്സ് വിറ്റു. കുമാർ അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അല്ലെ? കുമാർ അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽ. സെയിൽസ് ക്രെഡിറ്റിലെ സെയിൽസിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി എഴുതും? ഡെബിറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതും. സെയിൽസ് ഡേറ്റ് ഇടുക 12 സെയിൽസ് എമൗണ്ട് 300. അഗൈൻ 12 ഹി റിട്ടേൺ ഗുഡ്സ്. അതായത് കുമാർ ഗുഡ്സ് റിട്ടേൺ തന്നു. ബിസിനസ്സിലേക്ക് കുമാർ ഗുഡ്സ് റിട്ടേൺ തന്നു. എന്താ ചെയ്യാൻ വരിക? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ ഡെബിറ്റിലാണ്. ഡെബിറ്റിലെ സെയിൽസ് റിട്ടേണിന് നമ്മൾ എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. 12 ഡേറ്റ് ഇട്ടു. സെയിൽസ് റിട്ടേൺ എമൗണ്ട് 300. നെക്സ്റ്റ് 14 വി പ്രൊവൈഡഡ് ഹിം ക്യാഷ്. അതായത് കുമാറിന് ക്യാഷ് കൊടുത്തു. എന്താ ചെയ്യാൻ വരിക? കുമാർ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. കുമാർ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്രെഡിറ്റിലെ ക്യാഷ് നമ്മൾ എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. 14 ഡേറ്റ് എഴുതി. ക്യാഷ് 250 250 ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. നെക്സ്റ്റ് 18 he repaid the amount borrowed. He repaid the amount borrowed. അതായത് കുമാർ വാങ്ങിയ ക്യാഷ് തിരിച്ചു തന്നു. ജേണൽ എന്താണ്? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു കുമാർ അക്കൗണ്ട്. ഡെബിറ്റിലെ ക്യാഷ് നമ്മൾ എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. എമൗണ്ട് 250. ഇത്രയാണ് ജേണൽ എൻട്രികൾ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ഏത് സൈഡാണോ കൂടുതൽ നമുക്കറിയാം. നോക്കിയാൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സൈഡാണ് കൂടുതൽ ഉള്ളത്. അതായത് വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ ആദ്യം ടോട്ടൽ ചെയ്താൽ മതി. ഇവിടെ നമുക്ക്
മുതൽ 1200 ഉണ്ട്, പിന്നെ 300, അങ്ങനെയാണ് ഈ സൈഡിലായിരിക്കും കൂടുതൽ. ഇനി ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ 2350, 2350. ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും എഴുതി. ക്രെഡിറ്റ് സൈഡിലും എഴുതുമ്പോൾ ടോട്ടൽ 2350. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ നിന്നും ക്രെഡിറ്റ് സൈഡിലെ ഈ ഐറ്റംസ് എല്ലാം ടോട്ടൽ ചെയ്ത് മൈനസ് ചെയ്യുക. അതായത് ഇതിലുള്ള ഐറ്റംസ് ടോട്ടൽ ചെയ്ത് മൈനസ് ചെയ്യുക. 2350 നിന്നും ക്യാഷും പർച്ചേസും, അഗെയിൻ ക്യാഷും, ദെൻ സെയിൽസ് റിട്ടേൺ, ദെൻ ക്യാഷ്, ഈ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്യുക. ആ ടോട്ടൽ ചെയ്ത എമൗണ്ട് ഈ എമൗണ്ടിൽ നിന്നും മൈനസ് ചെയ്യും. എമൗണ്ടിൽ നിന്നും മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 250 കിട്ടും. ബാലൻസ് 250. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഡേറ്റ് ഏത് കാണിക്കണം? ആ മാസം 31 ജനുവരി. ബാലൻസ് ക്യാരിഡ് ഔട്ട് എമൗണ്ട് 250. ദെൻ ഈ ബാലൻസ് ക്യാരിഡ് ഔട്ട് അടുത്ത മാസത്തെ ബാലൻസ് ആയിട്ട് നമ്മൾ കാണിക്കും. ഫെബ്രുവരി 1-ാം തീയതി ബാലൻസ് റോൾ ഔട്ട് എമൗണ്ട് 250. ഇങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ: റൈറ്റ് ഔട്ട് ദ അക്കൗണ്ട് ഓഫ് സി രാജൻ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസ് ദ അക്കൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി മന്ത്. താഴെ എഴുതുക. 2004 May 1 സോൾഡ് ഹിം ഗുഡ്സ് വാല്യൂഡ് അറ്റ് ₹1,100. ദെൻ 4-ാം തീയതി റിസീവ്ഡ് ഫ്രം ഹിം ₹400 ഓൺ അക്കൗണ്ട്, അലൗഡ് ഡിസ്കൗണ്ട് ₹25. നെക്സ്റ്റ് 7-ാം തീയതി പർച്ചേസ്ഡ് ഫ്രം ഹിം ഗുഡ്സ് വർത്ത് ₹500. നെക്സ്റ്റ് 9-ാം തീയതി റിട്ടേൺ ടു ഹിം ഗുഡ്സ് ₹50. നെക്സ്റ്റ് 11-ാം തീയതി റിസീവ്ഡ് ഫ്രം ഹിം ഫർദർ ക്യാഷ് ₹200. നെക്സ്റ്റ് 14-ാം തീയതി സോൾഡ് ഹിം ഗുഡ്സ് വർത്ത് ₹600. നെക്സ്റ്റ് 15-ാം തീയതി ഹി റിട്ടേൺഡ് ഗുഡ്സ് ഡിഫക്റ്റീവ് വർത്ത് ₹75. നെക്സ്റ്റ് 21-ാം തീയതി സെൻഡ് ഹിം ക്യാഷ് ₹175. നെക്സ്റ്റ് 25-ാം തീയതി പർച്ചേസ്ഡ് ഫ്രം ഹിം ഗുഡ്സ് വർത്ത് ₹220. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം രാജൻ എന്നയാളുടെ അക്കൗണ്ടാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സോൾഡ് ഹിം ഗുഡ്സ്. രാജന് ഗുഡ്സ് വിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടി വരിക? രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. നെക്സ്റ്റ് 4-ാം തീയതി റിസീവ്ഡ് ഫ്രം ഹിം. രാജൻ്റെ കയ്യിൽ നിന്ന് 400 രൂപ റിസീവ് ചെയ്തു. അതിൽ അറ്റ് ഡിസ്കൗണ്ട് ഓഫ് ₹25, 25 രൂപ ഡിസ്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ്. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് 7-ാം തീയതി പർച്ചേസ്ഡ് ഫ്രം ഹിം വർത്ത് ₹500. രാജൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു. എന്താ ജേണൽ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ അക്കൗണ്ട്. നെക്സ്റ്റ് 9-ാം തീയതി റിട്ടേൺഡ് ടു ഹിം ഗുഡ്സ് വർത്ത് ₹50. 50 രൂപയുടെ ഗുഡ്സ് റിട്ടേൺ നൽകി. ഇവിടെ എന്ത് റിട്ടേൺ ആണ്? പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. നെക്സ്റ്റ് 11-ാം തീയതി റിസീവ്ഡ് ഫ്രം ഹിം ഫർദർ ക്യാഷ്. രാജൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തത്. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ അക്കൗണ്ട്. ക്യാഷ് എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ നെക്സ്റ്റ് 14-ാം തീയതി സോൾഡ് ഹിം ഗുഡ്സ് വർത്ത് ₹600. എന്താണ്? രാജന് ഗുഡ്സ് വിറ്റു. എന്താ ജേണൽ എൻട്രി വരിക? രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എമൗണ്ട് 600. നെക്സ്റ്റ് ഹി റിട്ടേൺഡ് ഗുഡ്സ് വർത്ത് ₹75. അതായത് രാജൻ ഗുഡ്സ് തിരികെ തന്നു. അതായത് രാജന് ഗുഡ്സ് വിറ്റപ്പോൾ അയാൾ തിരികെ തരുമ്പോൾ അത് എന്ത് റിട്ടേൺ ആണ്? സെയിൽസ് റിട്ടേൺ. ജേണൽ എൻട്രി എന്താ വരിക? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ അക്കൗണ്ട്.
നെക്സ്റ്റ് 21-ാം തീയതി സെൻഡ് ഹിം ക്യാഷ് ₹175 175 രൂപയുടെ ക്യാഷ് കൊടുത്തു. എന്താ ജേണൽ എൻട്രി വരിക? രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. നെക്സ്റ്റ് 25-ാം തീയതി പർച്ചേസ് ഫ്രം ഹിം ഗുഡ്സ് വർത്ത് ₹220 250 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചു. ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ അക്കൗണ്ട്. ഇത്രയാണ് ട്രാൻസാക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ജേണൽ എൻട്രി ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ രാജൻ അക്കൗണ്ട് വരയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം അക്കൗണ്ട്സ് വരയ്ക്കാൻ.